ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പഠിക്കുക, ഈ ലോകം എന്താണെന്ന് അറിയുക, നമ്മൾ സാധാരണ ആളുകൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ എനിക്ക് പെട്ടെന്ന് ആ ഒരു റിച്ച്നെസ്സിലേക്ക് എത്തണം എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ പോയിക്കൊണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് സിറ്റി എന്ന് പറയുന്നത് ബോംബെയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയണം, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ ബോംബെക്ക് കയറി. ഞാനായാലും ആദ്യം ബോംബെ കാണുന്നത് ഞാൻ 10th കഴിഞ്ഞിട്ട് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് പോയപ്പോഴാണ്. ഓക്കെ. അപ്പോൾ അന്ന് നമ്മൾ പുറം ലോകം കണ്ടിട്ടില്ല, അതായത് കേരളത്തിന് പുറമെ അങ്ങനെ ഊട്ടിയിൽ മാത്രമാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബോംബെ കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, മൈൻഡ് ഓപ്പൺ ആയത് അത്ര കണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അരുൺ സാറിൻ്റെ ആ സമയത്ത് കൺസെപ്റ്റിലുണ്ടായിരുന്ന ബോംബെയും കാണുന്ന ബോംബെയും തമ്മിൽ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ എപ്പോഴും സിനിമയിലൊക്കെ പറയുന്ന പോലെ നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട് അവിടെ. രണ്ടാമത് നമുക്ക് തീർച്ചയായിട്ടും റിച്ച്നെസ്സിൻ്റെ ഒരു പീക്ക് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും ഉണ്ട്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നേത്രാവതി എന്ന് പറയുന്ന ട്രെയിനിൽ നമ്മൾ ഈ 10-24 മണിക്കൂർ യാത്ര ചെയ്ത് പോവാണ്. അപ്പോൾ പൻവേൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഔട്ടർ മുംബൈയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഈ സ്ഥലത്തേക്ക് തന്നെയാണോ ഞാൻ വരേണ്ടത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പവായി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് സ്റ്റേ ഉള്ളത്. അപ്പോൾ അത് അത്യാവശ്യം റിച്ച് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ആദ്യത്തെ ഒരു കുറച്ച് 2-3 മാസത്തെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബസ്സിലും കയറി കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാം മാസത്തിൽ. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലോക്കൽ ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ പരിപാടി ഈ ട്രെയിനിൽ കയറുക, ബസ്സിൽ കയറുക, കുറേ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. ലാംഗ്വേജ് ഒന്നും അറിയില്ല, ഹിന്ദിയൊന്നും ഒരു ഐഡിയ ഇല്ല, പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അംബാനിയുടെ വീട്ടിൽ ചെന്നിട്ട്, വീട്ടിലെന്ന് വെച്ചാൽ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേ ചെന്നിട്ട്, അതായത് വീടിൻ്റെ അകത്തല്ല, ചെന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇതുപോലൊരു വീട് പണിയണമല്ലോ എന്ന് പറയുന്ന, അതായത് ഈ നമ്മളിങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന യുവത്വം, നമുക്ക് ഇത് പറ്റും എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയിൽ ചിന്തിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മിനിമം ഒരു ബെൻലിയോ അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സോ അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കാർ ഉണ്ടെങ്കിൽ ഞാൻ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. ഇഷ്ടംപോലെ കാറുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ക്രോസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് പറ്റുക.